അത് കഴിഞ്ഞിട്ടും ബാച്ചിലറായി നാട്ടിൽ തെക്കു വടക്കോടല്ലേ മാമാ. മാരിവിൽ കരയുള്ള ചേലയുടുത്തൊരു മാനത്തെ പെണ്ണിനും കല്യാണം. പൂവായ പൂവൊക്കെ ചൂടിക്കുണുങ്ങുന്ന കാടിനും ഇന്നല്ലേ കല്യാണം. വെള്ളപ്പളുങ്കിന്റെ മാലകൾ ചാത്തിട്ട് തുള്ളും പുഴയ്ക്കിന്ന് കല്യാണം. വെള്ളപ്പളുങ്കിന്റെ മാലകൾ ചാത്തിട്ട് തുള്ളും പുഴയ്ക്കിന്ന് കല്യാണം. കല്യാണരൂപനേ കുമരാ വടിവേല, കല്യാണരൂപനേ കുമരാ വടിവേല. ഇത് പാലക്കാട് ജില്ലയിലെ മന്നത്തുകര ഗ്രാമം. ഇവർ ഇവിടുത്തെ ആത്മസുഹൃത്തുക്കളായ അമ്മാവൻ വാസുവും മരുമകൻ ശശിയും. അയ്യോ, നിക്ക് നിക്ക് നിക്ക്. എവിടേക്ക് രാവിലെ തന്നെ? അമ്മാവിനും മരുമേനും കൂടി എന്താ പരിപാടി? അങ്ങനെയൊന്നുമില്ല, അവിടെ അമ്പലത്തിൽ നിറമാലയാവും. നിനക്കോടെ മരുമോനെ? മാമന് ബസ് കയറ്റിയുടെ മാത്രം വന്നതാ. നന്നായി. ഇപ്പൊ ഷൊർണൂർക്ക് ഒരു മയിൽവാഹനം ബസ്സുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. കാവിന്റെ ഉമ്മർ തന്നെ ഇറങ്ങാ. ദേ, എനിക്ക് വേണ്ടി ഒന്ന് തൊഴണേ. ഡാ കൃഷ്ണൻകുട്ടി, നന്നായി ആറ്റൊരു ചായ എടുക്കടാ.
ഇന്നെന്താ തിന്നാനുള്ളത്? എണ്ണക്കടി ഉണ്ട്. അല്ല, രാവിലത്തെ പുട്ടും ഇടിയപ്പം ഉണ്ട്, എടുത്തോട്ടെ. ഡാ കൃഷ്ണ, നമ്മുടെ വാസു ഈ വഴിക്കെങ്ങാനും കേറിയോ? മാമനും മരുമകനും കൂടെ പുറപ്പെട്ടു പോണ കണ്ടേ. വാ പൊളിച്ച രണ്ടും നുണയേ പറയൂ. നശൂലങ്ങള് വല്ലയിടത്തും പെണ്ണ് കാണാൻ പോയതായിരിക്കും. മാമനോ മരുമകനോ? രണ്ടുപേരും മത്സരത്തിലാ. ആരാ വേദെന്ന് പറയാൻ പറ്റില്ല. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്ന വാസു? ഞാൻ പണ്ട് മൂപ്പറുണ്ടായിരുന്നപ്പോൾ പോയതാ. സത്യം പറഞ്ഞാൽ ഇന്ന് നിന്റെ കൂടെ വരണമെന്ന് വിചാരിച്ചതാ. തേങ്ങ ഉണക്കാനിട്ടോണ്ട് വേണ്ടെന്ന് വെച്ചു. ആര് ദൈവത്തെ കാണാനാണ്? പെമ്പിള്ളേരെ നോക്കാനല്ലേ ഓരോരുത്തർ പോണത്. തോന്നിയാസം പറയുന്നോടാ നായേ. അമ്മാവനാണെന്നുള്ള വിചാരമില്ല, തെണ്ടി. നിങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയും കാരണമാണ് നല്ല പ്രായത്തിൽ മാമൻ കെട്ടാതെ ഇങ്ങനെ തെണ്ടി നടന്നത്. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ എന്താ തെറ്റ്? വിഷമിക്കണ്ട മാമ, ഞാനൊന്നും ഉന്നം വെച്ച് പറഞ്ഞതല്ല. കാരണവന്മാരുടെ വിഡിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, നീ സത്യമാണ് പറഞ്ഞത്. എനിക്കൊരു വിഷമവുമില്ല. എന്നെ നീയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ. നേരം വൈകി, മാമൻ ഉറങ്ങിക്കോ, ഞാൻ പോണു. പണിക്കരെ വരൂ, ഇരിക്ക. ഈ പടിയൊക്കെ ചവിട്ടിയിട്ട് കുറെ കാലം ആയല്ലോ പണിക്കരെ. നിങ്ങളുടെ ആളുണ്ടാവുമ്പോ വന്നതാ. ശരിയാ, ഒരുപാടായി വന്നിട്ട്. ആട്ടെ, വാസു എവിടെ? പുറത്തേക്ക് എവിടെയാ പോയതാ? ആ, വിശേഷിച്ച് കാര്യമുണ്ട്. കല്യാണം തന്നെ വിഷയം. നല്ലൊരാലോചനയുണ്ട്. പണിക്കരിപ്പോ ജോത്സ്യപ്പണി നിർത്തിയിട്ട് ദല്ലാൾ പണിയും തുടങ്ങിയോ? ഇല്ലില്ല, അറിയുന്നവർക്ക് മാത്രം ഒന്ന് സഹായിക്കും. വാസു വന്നാൽ വീട്ടിലോട്ടൊന്ന് വരാൻ പറയൂ. ഉവ്വ്, പറയാം. പണിക്കാർക്ക് എന്തെങ്കിലും കുടിക്കാൻ? വേണ്ട വേണ്ട, ഞാൻ നടക്കുക. ഓ, തിരി ധൃതിയുണ്ട്. ഓ, എല്ലാം കൊണ്ടും നല്ല ബന്ധാ. ഒന്ന് ആലോചിച്ചൂടെ? ശരി തന്നെ, പക്ഷെ ഒരു രണ്ടാം കെട്ടുകാർ വേണോ? അതിപ്പോ ആര് നോക്കാനാ? ഇഷ്ടം പോലെ പണം, സ്വത്ത്. ജാതി മതം പ്രശ്നമല്ല. നഴ്സായി ജോലി ചെയ്യുന്നു. ലണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. പിന്നെന്ത് വേണം? വീട് നാടും വിട്ടുള്ള കാര്യം ആലോചിക്ക വയ്യ. അതാണ് കുടുംബജീവിതം. ഒരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാണ്. കൂടുതൽ ആലോചിച്ചു വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. രണ്ടാം ഘട്ടാണെങ്കിലും പെണ്ണിന് പ്രായം 30. അത് ഓർമ്മ വേണം. ആദ്യ ബന്ധത്തിലെ കുട്ടിയെ നാട്ടിൽ അവളുടെ അമ്മയും അപ്പനും നോക്കും. പിന്നെ നിനക്കെന്താ ഛേദം? 10 ലക്ഷം രൂപയും 151 പവൻ സ്വർണവും ആർക്ക് കിട്ടും? അവരുടെ പൂർവ്വചരിത്രം, ആദ്യ ബന്ധം വേണ്ട വെച്ചതിന്റെ കാര്യം. പണം തന്നാൽ പിന്നെന്തിനാ ഈ വക ചോദ്യങ്ങൾ? ഞാൻ വീട്ടിലൊന്ന് ആലോചിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് കാണാം. വേഗം വേണോട്ടോ, സമയമില്ല.
ഒത്താൻ വേറെ ആൾക്കാരുണ്ട്. നിന്നോടുള്ള താല്പര്യം കൊണ്ടാണ് മറ്റുള്ളവരോട് ഞാൻ പറയാതിരുന്നത്. ഏതായാലും 2 ദിവസത്തെ സമയം തരൂ, ഞാൻ ഇറങ്ങുന്നു. രണ്ടാം കെട്ടുകാരിയായ ഒരു മധ്യ തിരുവിതാംകൂറുകാരിയെ ഏതായാലും മാമന് വേണ്ട. ജീവിതം സുഖമുണ്ടാവില്ല. കൈ നിറയെ പൈസ ഒരിക്കലും ഒരു സുഖമല്ല. പണിക്കരെ അത്ര വിശ്വസിക്കണ്ട. ഈ ആലോചന അല്പം തരികിട നിറഞ്ഞതാണ്. അമ്മ, അല്ലടാ, ഞാൻ പറയട്ടെ, അമ്മയോട് ഈ വിവരം പറഞ്ഞോ? ഇല്ല. ഉം. ഇനി വീട്ടിലെത്തി അന്വേഷണം തുടങ്ങും. ആ. പൈസ കണ്ടാ നിന്റെ അമ്മയുടെ മനസ്സ് മാറും. അതാ കുഴപ്പം. വേണ്ട, വിഷമിക്കണ്ട. ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ട് ശരിയാക്കാം. അത് മതി. പണിക്കരെ കാണേണ്ടതാണ് പിന്നീടുള്ള പണി. അപ്പോ അത് ഞാൻ ശരിയാക്കാം. പണിക്കരുടെ ഭാവി ഞാൻ നിശ്ചയിച്ചു തരാം. ഓക്കെ, ഓൾ റൈറ്റ്. യെസ്, താങ്ക് യു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഒടുവിൽ കല്യാണം കഴിക്കാതെ ഒറ്റ കൊരങ്ങനായിരുന്ന് കാരണവന്മാരെ കുറ്റം പറയുന്ന കൂട്ടത്തിലേ എന്നെ ചേർക്കായിരുന്നേച്ചാ മതി. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. വല്ലതും അറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ ആലോചനയ്ക്ക് എന്താടാ കുഴപ്പം? കുഴപ്പമില്ലെങ്കിൽ ഞാൻ കെട്ടാം. എന്താ, അമ്മയ്ക്ക് സമാധാനായോ? അങ്ങേയറ്റത്തെ വർത്താനം പറയണ്ടാ. എന്നാ പിന്നെ അമ്മ മിണ്ടാതിരിക്കി. മൂക്കി പല്ലും മുളച്ച് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നിടം വരെ നിന്റെ മാമൻ കെട്ടണ്ടെന്നാണോ നിന്റെ വിചാരം? കൂട്ടിന് നീരുന്നു. ലീലേച്ചി, എന്താടാ? ലീലേച്ചി, പോടാ അവിടുന്ന്. എനിക്ക് നിന്റെ വർത്തമാനം ഇനി കേൾക്കേ വേണ്ട. എടാ ശശി, ഇങ്ങോട്ട് വാ. ഏതു നേരം ഇവിടെ കറങ്ങി പഞ്ചാരടിയാണല്ലോടാ. അതിലും ഭേദം നീ ഇവിടെ വാദ്യാരാവുന്നതല്ലേ നല്ലത്. ഏതു നേരം സൊള്ളിയിരിക്കാലോ. നിനക്ക് പണിയൊന്നുമില്ലടാ. നിന്റെ മാമനോ പെണ്ണ് കെട്ടാതെ നടക്കുന്നു. പക്ഷേ നീ അങ്ങനെ ആവരുത്. നിന്റെ പോക്ക് കണ്ടിട്ട് 4 കെട്ട് നടത്തുന്ന ലക്ഷണമാണല്ലോടാ കാണുന്നത്. അയ്യേ, വാ, കേറ് കേറ്. ശശിയേട്ടൻ എന്ത് വിചാരിച്ചാ നടക്കുന്നത്? നിന്നെ വിചാരിച്ച് നിന്റെ പിന്നാലെ തന്നെ നടക്കാൻ ആഗ്രഹം. ലവ് ആണോ? ദിവ്യ പ്രേമൊന്നുമല്ല, ഒരു നേരം പോക്ക്. നിന്നെയൊക്കെ ആത്മാർത്ഥമായി പ്രേമിച്ചാൽ വഞ്ചനയായിരിക്കും ഫലം. നല്ല പുളിങ്കൊമ്പ് കിട്ടിയാ നീയൊക്കെ ചാടി പിടിക്കുമെന്ന് എനിക്കറിയാം. എന്നെ പറ്റി ഇതാണോ വിചാരിക്കുന്നത്? നിന്നെപ്പറ്റി മാത്രല്ല, എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെയൊക്കെ തന്നെ. പേടിക്കണ്ട. ഞാൻ ഇത്ര നേരം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ചൂട് ചൂട്. ഞാനൊന്ന് കടന്നു പോയിക്കോട്ടെ. അത്ര വലിയ ചൂടൊന്നുമില്ലല്ലോ. നിനക്ക് പച്ചമര തണലായിരിക്കും. നീ മെല്ലെ വന്നാ മതി. നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. എന്തായാലും നിനക്കെങ്കിലും ഭാഗ്യമുണ്ടായല്ലോ. ഞാൻ ആരോടും പറയില്ല. ഞാൻ പോണു കേട്ടോ. ഞാനും വരുന്നുണ്ട് മാമ. എന്താടാ കൃഷ്ണൻകുട്ടി,
ചായ എന്തെങ്കിലും ഒന്ന് എടുക്കടാ. എടുക്കാട്ടോ. ചൂടായിട്ട് വല്ലതും കഴിക്കാനുണ്ടോടാ? ചൂടായിട്ട് തിന്നാനൊന്നുമില്ല, നാട്ടുവിശേഷമുണ്ട്. മതിയോ? മതി, അത് മതി. ചായ തന്നില്ലെങ്കിലും വിരോധമില്ല. നീ കാര്യം പറ. മന്നത്തുകരയിലെ ശശിക്ക് ഇപ്പൊ നല്ലൊരു ലൈനുണ്ട്. മാധുവച്ചി അറിഞ്ഞോ? ഇല്ലടാ, ഇനി കെട്ടുവോ? കെട്ടിയ എന്റെ കമ്മീഷൻ പോയി. മൊബൈൽ ഫോൺ വന്നത് മുതൽ എനിക്ക് കഷ്ടകാലാണ്. ഒക്കെ ലവ് മാരേജ്. ഒരെണ്ണം പോലും നേരെ ചൊവ്വേ നടക്കണില്ല. തന്താർക്കും തള്ളാർക്കും ഒരു കുഴപ്പമില്ല. മൊട്ടയടിച്ച് ഞാൻ പഴനിക്ക് പോകേണ്ട സ്ഥിതി വരുന്നാ തോന്നണത്. ഏതാടാ പെൺകുട്ടി? മാത്തൂരിലാണെന്ന് തോന്നുന്നു. അന്യജാതിയാ. ശിവ ശിവ, ഞാൻ പോണു. ചേച്ചി എന്റെ കാശ് പറ്റില്ല, എഴുതിക്കോടാ. ഇനി വരുമ്പോ നോക്കാം. അതും പോയി. എന്താടാ റൂം അടച്ചിട്ട് ഇത്ര നേരം? ചോറൊന്നും വേണ്ടേ? ഉണ്ണാൻ വാ. അവനെവിടെ പോയടാ? ഞാൻ കണ്ടില്ല. ഓ, ഒരു തണ്ടാ പോയിരിക്കും. ഇനി അർദ്ധരാത്രിക്ക് കേറി വരും. ചോറ് വെള്ളം ഒഴിച്ചിട്ടേ ഞാൻ കിടക്കാൻ പോവാ. ഉറക്കം ഒളിച്ചിരുന്നിരുന്നേ രാത്രിയില് എന്നെ കൊണ്ട് പറ്റില്ല. അവനൊരു പെണ്ണ് വന്നായിരുന്നെങ്കിലേ ഇത്തിരിയെങ്കിലും സമാധാനം കിട്ടിയേനെ. അപ്പൊ എനിക്കോ? നിനക്ക് ഏത് പെണ്ണിനെയാടാ ഇഷ്ടം? പോടാ. എടാ, സത്യം പറയണം, ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഞാൻ ഉറങ്ങുന്നത് വരെ നീ വന്നിട്ടേ ഇല്ല. ഞാൻ ഇന്നലെ ശോഭന തിയേറ്ററിൽ ഒരു പടത്തിന് പോയിരുന്നു. ഷക്കീലയുടെ പടമായിരുന്നു. ഉഗ്രം പീസാ. എടാ ദ്രോഹി, നീ എന്നെ കൂട്ടിയില്ലല്ലോ. നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. ഒരുപാട് വൈകില്ലേ? ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഒരുമിച്ച് കണ്ടു. ഇന്ന് പടം മാറുകയല്ലേ? ചാദിച്ചോ? ഇന്ന് അങ്ങോട്ട് പോയിട്ട് മാറ്റിന് കാണാമെന്ന് വിചാരിച്ചു. ഇന്നെന്താണ് സിനിമ? ഒന്ന് വേഗം നീന്തി വാടാ. ഇന്ന് ആരുടെ സിനിമ? പോയി കണ്ടോ? മാമന് പറ്റിയ പടമാണ്. ശ്രീരാമജയം. സൂപ്പർ പുണ്യ പുരാണ പടം. ഇന്നലെ എന്നെയും കൂട്ടായിരുന്നു. മാമനും മരുമകനും ഒരുമിച്ചിരുന്ന് ഷക്കീല പടം കണ്ട നാട്ടുകാരെന്ത് വിചാരിക്കും? അതും ഒരു കണക്കിൽ ശരിയാ. മന്നത്തുകര വീട് പണ്ട് മുതലേ തറവാടികളാ. ഇവനൊരുത്തൻ മാത്രമേ ആണായിട്ടുള്ളൂ. ബാക്കി 4 പെണ്ണുങ്ങളാ. ഏറ്റവും മൂത്ത ലീലയുടെ കൂടെയാണ് താമസം. ചെക്കൻ എന്താ ജോലി? ജോലി എന്തിനാ? വേണ്ടത്ര പാടവും പറമ്പും ഇല്ലേ? നെല്ലെത്ര, നാളികേരെത്ര, കണക്കുണ്ടോ? സുമേ, ചെക്കൻ ഇത്തിരി പ്രായ കൂടുതലുണ്ടോ? ഓ, ഒരു 35 കാണും. ഇപ്പോഴത്തെ ആമ്പിളരുടെ പ്രായം അതല്ലേ.
എന്താ പെണ്ണിനെ പിടിച്ചോ? ഉം. ഉം. മേലേ വെള്ളിമുകിൽ പന്തൽ ചേലിൽ പൊന്നലുക്കിൻ തൊങ്ങൽ പുലരി വെയില് പുടവ നെയ്യണ് പുഴയിൽ പൂവിരലാൽ കനകമലകൾ കൊരുത്തെടുക്കണ വയല് പൊൽക്കതിരാ പൈങ്കിളി കൊട്ടയിലെത്തറ നെന്മണി ഈ തിരുവിൽ കടി കൺമണി വെറ്റില നുറന്നു തേക്കു നീ തളരുന്ന മലർമേനി തഴുകണം കുളിരി ചിരിയാൽ തകിലു കൊട്ടി വരണുണ്ട് തന്നല കുയിലേ കുറുങ്കുഴലൂതി വരികൈ വഴിയേ പൂരമായി ഒട്ടുകൂടത്തിൽ വന്തികൾ കാഞ്ചനക്കാവടിയാടുവാൻ പൊന്മുകിൽ ചോപ്പ് ചുറ്റി മരമണിക്കിലും നീ വീശി വീശി പുലരി കോമനമായി കുരുവി കുരുമുഴലി നീ വരികൾ വഴിയേ വെള്ളിമുകിൽ പന്തൽ ചേരിൽ പൊന്നലുക്കിൻ തൊങ്ങൽ പുലരി വെയിൽ പുടവ നെയ്യണ പുഴയിൽ പുലിരലാ കനകമരക പൊരുത്തെടുക്കണ വയൽ പൊൽക്കതിരാ വെള്ളിമുകിൽ പന്തൽ ചേരിൽ പൊന്നലുക്കിൻ തൊങ്ങൽ എന്താണ്ടാ തുറന്നു പറ. ധൃതി കൂട്ടണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ ഇനി ഒരു 2 കൊല്ലം വേണമായിരിക്കും അല്ലേ? ഇവന് വീണ്ടും തുടങ്ങിയ അസുഖം. ഇത് മതിന്ന് പറയടാ. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്?
ഈ വഴി വെച്ചാണ് തീരുമാനം പറയാം. ഓ ഇനി ശശിയുമായിട്ട് അന്താരാഷ്ട്ര ചർച്ച നടത്തിയിട്ടായിരിക്കും തീരുമാനം വിളംബരം ചെയ്യുന്നത്. ശശിയോ ഏതാടത്? അവളുടെ രാവുകൾ സംവിധാനം ചെയ്ത അല്ലല്ല എന്റെ പൊന്നാര ശശി. അതെനിക്ക് മനസ്സിലായി. നിന്റെ ആങ്ങളെ അവൻ മരപ്പിച്ച് പൊക്കിലിരുത്തും. നീ നോക്കിക്കോ. ഞാൻ പോണു. രണ്ടും കേട്ട ദൈവമേ ഇന്നെന്റെ കാര്യം ഇനി ചെലവിന് വല്ലതും തടി. ഇന്ന് എന്റെ ഒന്നുമില്ലടി.
അല്ല, ആരൊക്കെയാണിത്? അകത്തേക്ക് വരൂ. വാസു, മോനെ ശശി, ഇങ്ങോട്ട് വന്നേ. ഇതാ നമ്മുടെ പുതിയ അയൽക്കാർ വന്നിരിക്കുന്നു. ആ, ഇരിക്കൂ കേട്ടോ. വരൂ വരൂ, ഇരിക്കൂ ഇരിക്കൂ. ആ, ഇരിക്കേ ഇരിക്കേ. ഇരിക്കുന്നേ. ഇതെന്റെ ആങ്ങളെ വാസു, ഇളയവനാ. മറ്റേതെന്റെ മോൻ ശശിയാ. വാസുവിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അതൊന്നും പറയണ്ട. നല്ല കാലത്ത് അച്ഛനമ്മമാരെ നോക്കി നടന്നു. അവർ പോയ ശേഷം ഇവന്റെ കാര്യം നോക്കാൻ ആരുമില്ല. ഇതുവരെ ഒരാലോചന ശരിയായിട്ടില്ല. പറ്റിയ പെൺകുട്ടികളെ കിട്ടാത്തോണ്ടാണോ? ശശി എന്ത് ചെയ്യുന്നു? PSC കോച്ചിങ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ജോലി കിട്ടിയാൽ കാണാം. ജോലി ഉണ്ടെങ്കിലേ അവന് പെണ്ണുള്ളൂ. നല്ല തമാശ. മാമനും മരുമോനും ഒരേ പന്തലിലാവാൻ കല്യാണം. അത് നടക്കുമെന്നാ തോന്നുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു മിറാക്കിളാകും. എന്തു മാറാലെ ആയാലും എനിക്കിത്തിരി സൗകര്യം കിട്ടുമല്ലോ. ചേച്ചിക്ക് അത്രയ്ക്ക് ഭാരമായോ? പണിയെടുത്ത് നട്ടെല്ല് പോയി മോളെ. 2 പേർക്ക് ഓരോരുത്തന്മാർ വന്നാൽ എനിക്കിത്തിരി ആശ്വാസം കിട്ടുമല്ലോ. എന്റെ അറിവിൽ നല്ല ആലോചന ഉണ്ടെങ്കിൽ ഞാനും പറയാം. ഒരു വിരോധവും ഇല്ല. നമുക്ക് നോക്കാം. എന്റെ പ്രിയപ്പെട്ട വാസുവേട്ടനെ, ഏട്ടനെ നേരിൽ കാണാൻ എനിക്ക് കൊതിയായി. ഞാൻ ഏട്ടനെ കാണാൻ നേരിൽ വരുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് എന്റെ വാസുവേട്ടനെ. ഉടൻ തന്നെ ഞാൻ വാസുവേട്ടന്റെ ജീവിത സഖിയാകും, തീർച്ച. ശേഷം അടുത്ത കത്തിൽ എന്ന് സ്വന്തം. വണ്ടി സ്റ്റഡി ആയോ? ആവുന്നു, കുറച്ചുകൂടി വേണം. മോനെ, ഈ സമയമുണ്ടെങ്കിൽ അവളെ ഒന്ന് പോയി ചെയ്യും. ഒഴിവുള്ള സമയം നോക്കി അവളെ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കണ ശശി. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. എന്ത് പറ്റി? വണ്ടിയില്ലേ? വണ്ടി വർക്ക്ഷോപ്പിലാണ്. വണ്ടി വർക്ക്ഷോപ്പിലോ? എന്താ കുഴപ്പം? സർവീസിന് കൊടുത്തിരിക്കുക. ശരി, ഞാൻ വീട്ടിലോട്ട് പോവാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എടാ നിന്റെ ഈ കാണാറേ ഇല്ലല്ലോ. വല്ല ജോലിയും കിട്ടിയോ? അതോ ഈ വഴിക്ക് വരാതെയാണോ? പിന്നെ ഇക്കൊല്ലത്തോടെ എന്റെ +2 കഴിഞ്ഞു. വീട്ടില് കല്യാണം നോക്കാൻ തുടങ്ങി. ശശിയേട്ടൻ എന്നെ മറന്നോ? ഇല്ല. കഴിഞ്ഞതൊന്നും ഞാൻ മറക്കില്ല. PSC കോച്ചിങ് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പില്ല. ആദ്യം ജോലി, പിന്നെ ജീവിതം. എന്നിട്ടാണോ ആ വാടക വീട്ടിലെ പെണ്ണിന്റെ പുറകിൽ നടക്കുന്നത്? ഒന്ന് പോ പെണ്ണെ. എനിക്കെല്ലാം മനസ്സിലായിട്ടോ. പോടി പെണ്ണെ, എനിക്കല്പം ധൃതിയുണ്ട്. ഞാൻ പോട്ടെ. ശശിയേട്ടാ. എടാ, പ്രിയയില് നല്ലൊരു പീസ് പടം കളിക്കുന്നുണ്ട്. കല്ലുവാതിക്കൽ കത്രീന. നമുക്കൊന്ന് പോയാലോ? എത്ര നാളായി ഒരു മസാലപ്പടം കണ്ടിട്ട്? ഞാനില്ല മാമ, എനിക്ക് പഠിക്കാനുണ്ട്. പരീക്ഷ അടുത്തായി. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? അത് ശരിയാവില്ല. കഴിഞ്ഞ തവണ നമ്മൾ പ്രിയയിലിരുന്ന് സെക്കൻഡ് ഷോ കാണുമ്പോഴേ
എൻ്റെ അടുത്തിരുന്നത് പണിക്കരാണോ എന്ന് സംശയം. ഇരുട്ടിലൊന്നും അറിഞ്ഞില്ല. ഒറ്റയ്ക്ക് പോയാൽ ഞാൻ കുടുങ്ങിപ്പോകും. പേടിക്കണ്ട മാമ, പണിക്കർ ചേട്ടനില്ലേ, അവിടെ പുള്ളി സ്ഥിരം കസ്റ്റമറാ. എന്നാലും നീ വരില്ല അല്ലേ? ജോലിക്കുള്ള പരീക്ഷയെന്ന് പറഞ്ഞ് ആ ബിജലി പെണ്ണിൻ്റെ പിന്നാലെ ചുറ്റിക്കളിക്കല്ലേ നീ? അതാണ് നിനക്കൊരു താല്പര്യക്കുറവ്. ഏതായാലും നിന്റെ നേരമാ. എനിക്കൊരു കാലത്തും ഒന്നിനും ഒരു യോഗമില്ല. എൻ്റെ പെരുങ്കുളങ്ങര അപ്പാ, എൻ്റെ കാര്യം പോക്ക. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. കനകാക്ഷരങ്ങൾ എഴുതുന്നു എൻ്റെ കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ, കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. ഒഴുക്കുന്നു ഞാൻ എൻ്റെ ഓമനക്കിനാക്കൾ തൻ കളിത്തോണികൾ ഈ പാലലയിൽ. ഒഴുക്കുന്നു ഞാൻ എൻ്റെ ഓമനക്കിനാക്കൾ തൻ കളിത്തോണികൾ ഈ പാലലയിൽ. അതിലൊന്നു നിൻ കണ്ണോരം അണഞ്ഞുവെന്നോ, അതോ അനുരാഗ പൗർണമിയിൽ അലിഞ്ഞുവെന്നോ? അതിലൊന്നു നിന്നെഞ്ചോരം തുഴഞ്ഞുവന്നോ, അതോ അനുരാഗ പൗർണമിയിൽ അലിഞ്ഞുവെന്നോ? അനുരാഗ പൗർണമിയിൽ അലിഞ്ഞുവെന്നോ? മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. ആ
ഓമൽ പ്രതീക്ഷതൻ പടുങ്കു കൂടാരമേ പാതിരയിൽ അതിൽ വീണു തിളങ്ങുവത് താരകയോ അതോ അലിവാർന്ന നിന്നുടെ പുഞ്ചിരിയോ? അതിൽ വീണു തിളങ്ങുവത് താരകയോ അതോ അനുപമേ നിന്നുടെ പുഞ്ചിരിയോ? അനുപമേ നിന്നുടെ പുഞ്ചിരിയോ? മനസ്സിന്റെ മണിവീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. കനകാക്ഷരങ്ങൾ എഴുതുന്നു എൻ്റെ കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ. കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ. മനസ്സിന്റെ മണിവീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. എന്താ മാധുച്ചി, ഇപ്പൊ കച്ചവടമൊന്നും ഇല്ലേ? അടുത്ത ആഴ്ച ടെസ്റ്റിന് പാലക്കാട്ടേക്ക് പോകും. ഞാൻ ഇന്ന് തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഏർപ്പാട് ചെയ്യാം. ഞാൻ സ്റ്റഡി ചെയ്യൂ ശശിയേട്ടാ. ആയി. ആത്മവിശ്വാസമാണ് വേണ്ടത്. അതാണ് ധൈര്യം. ശശിയേട്ടനുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായി. ശരി, ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. ഞാൻ പാലക്കാട്ടേക്ക് പോകണം. മനസ്സിന്റെ മണിവീണ ഉറങ്ങിയില്ല,
മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. കനകാക്ഷരങ്ങൾ എഴുതുന്നു എൻ്റെ കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ, കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. ഒഴുക്കുന്നു ഞാൻ എൻ്റെ ഓമനക്കിനാക്കൾ തൻ കളിത്തോണികൾ ഈ പാലലയിൽ. ഒഴുക്കുന്നു ഞാൻ എൻ്റെ ഓമനക്കിനാക്കൾ തൻ കളിത്തോണികൾ ഈ പാലലയിൽ. അതിലൊന്നു നിൻ കണ്ണോരം അണഞ്ഞുവെന്നോ അതോ അനുരാഗ പൗർണമിയിൽ അലിഞ്ഞുവെന്നോ. അതിലൊന്നു നിൻ കണ്ണോരം അണഞ്ഞുവെന്നോ അതോ അനുരാഗ പൗർണമിയിൽ അലിഞ്ഞുവെന്നോ. അനുരാഗ പൗർണമിയിൽ അലിഞ്ഞുവെന്നോ. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. ഒരുക്കുന്നു ഞാൻ എൻ്റെ ഓമൽ പ്രതീക്ഷതൻ പളുങ്കു കൂടാരമേ പാതിരയിൽ. ഒരുക്കുന്നു ഞാൻ എൻ്റെ ഓമൽ പ്രതീക്ഷതൻ പളുങ്കു കൂടാരമേ പാതിരയിൽ. അതിൽ വീണു തിളങ്ങുവത് താരകയോ അതോ അനുപമേ നിന്നുടെ പുഞ്ചിരിയോ. അതിൽ വീണു തിളങ്ങുവത് താരകയോ അതോ അനുപമേ നിന്നുടെ പുഞ്ചിരിയോ. അനുപമേ നിന്നുടെ പുഞ്ചിരിയോ. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു. കനകാക്ഷരങ്ങൾ എഴുതുന്നു എൻ്റെ കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ, കരളിലെ കൽപ്പന മയിൽപ്പീലിയാൽ. മനസ്സിന്റെ മണി വീണ ഉറങ്ങിയില്ല, നിലാവിന്റെ ഗീതമായി ഞാൻ ഉണർന്നു.
പോസ്റ്റ്. ആ ഇരിക്കൂ. വാസുവേട്ടാ, ലീലേച്ചി എവിടെ? ലീലേച്ചി തത്തമംഗലത്ത് ഭർത്താവിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. നാത്തൂന്റെ മോൾ പ്രസവിച്ചു. എന്താ കാര്യം? ലീലേച്ചി കുറച്ച് നെയ്യ് എടുത്ത് വെക്കാന്ന് പറഞ്ഞിരുന്നു. നിൽക്ക്, ഞാൻ അടുക്കളയിലൊന്ന് പോയി നോക്കട്ടെ. ഉണ്ടെങ്കിൽ എടുത്തു തരാം. വേണ്ട, ലീലേച്ചി വന്നിട്ട് മതി. വാസുവേട്ടന് ബുദ്ധിമുട്ടാവും. ഹേയ്, അങ്ങനൊന്നുമില്ല. ആണുങ്ങൾക്ക് അടുക്കളക്കാരി അത്ര പത്യല്ല. വാസുവേട്ടന് വല്ല ആലോചന ശരിയായോ? ഇല്ലില്ല, ഒന്നും ആയിട്ടില്ല. അല്ല, മൂപ്പരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്ത് പറയാനാ? ബിജിലി 10 പഠിക്കുമ്പോൾ ഏട്ടൻ മരിച്ചു. പട്ടാളത്തിലായിരുന്നു. ഗൃഹനിലപ്രകാരം നല്ല കാലം തന്നെയല്ലേ പണിക്കരെ? ഓ വാസു, ഞാൻ കരുതി മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന്. എന്താ വാസു, കുറിപ്പോ ജാതകമോ നോക്കാനുണ്ടോ? അല്ല, പുതിയ ആലോചന വല്ലതും? ഒന്നുമില്ല. ജാതകപ്രകാരം മംഗലഭാഗ്യമുണ്ടോന്ന് ഇപ്പൊ പറയണം. ഉറപ്പായിട്ടും ഉണ്ട്. നിന്റെ മുഖലക്ഷണം അങ്ങനെ കാണുന്നു. വാ, ഇരിക്കേ. ഓ, ടി വിയിലേ നല്ല പടം ഓടുന്നുണ്ട്, ഒന്ന് കണ്ടാലോ? പണിക്കര് ചേട്ടൻ ഇപ്പോഴും പ്രിയ തിയേറ്ററിൽ പോകാറുണ്ടോ? ഷക്കീലയുടെ എല്ലാ പടവും കണ്ടു. പുതിയതൊന്നും ഗുണം പോരാ, അതിനല്ലേ ടി വി കാണുന്നത്. ഈ വയസ്സുകാലത്തോ? ഒരാസ്വാദന കാലമല്ലടോ വാസു. കല്യാണം കഴിച്ചവർക്കേ ഈ പ്രായം അറിയാനാവൂ. നിന്നെ ഞാൻ കുറ്റം പറയണില്ല. ഓരോന്നിനും കാലവും സമയവും ഉണ്ട്. ശരിയാകും. വാ, ഇത്തിരി സിനിമ കാണാം. മനസ്സിനും ശരീരത്തിനും ആശ്വാസം കിട്ടും. ഇടയ്ക്കിടെ ഇങ്ങോട്ട് വാ. അത്യാവശ്യം മറ്റേ പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. വാസുവിന് ഇഷ്ടമല്ലേ? എടാ ശശി, നിന്റെ റാങ്ക് ലിസ്റ്റ് ഇറങ്ങിയോ? ഉടനെ ഇറങ്ങും. എന്താ മാധുവമ്മേ, ഷോക്കടിച്ചോ? പൊട്ടപ്പണിക്കരെ, തനിക്ക് എന്തറിയാ? എല്ലാം ഞാൻ കണ്ടു. നമ്മുടെ കാലമല്ല, ന്യൂ ജനറേഷനാണ്. കണ്ടാൽ മിണ്ടാതിരുന്നാൽ അതാണ് മാനം. പണ്ടേ മാധുവമ്മയെ ഞാൻ നോണ്ടിയപ്പോ എന്തായിരുന്നു പുകില്? ഇപ്പോഴും പഴയ ഇക്കിളി ഉണ്ടോ മാധു? ഓർമ്മയുണ്ട്, അത് അന്തക്കാലം. ഇപ്പൊ പറഞ്ഞിട്ടെന്താ? ഭാര്യയും മക്കളും നെമ്മാറ വേലയ്ക്ക് പോയിരിക്കുക. നമുക്കൊന്ന് കൂടിയാലോ? എടാ പൊട്ടപ്പണിക്കരെ, ദാ പണിക്കരക്ക് ഇപ്പൊ കണ്ടത് ശരിയാണ്.
ഞാൻ തന്നെ കൊണ്ടുപോണ്ടി വരും. എന്റെ മുമ്പിൽ നിന്ന് പോണ പണിക്കണേ. വയസ്സുകാലത്തൊരു ശൃംഗാരം. ഹു, പട്ടി കഴിവേറുടെ മോനെ പൊക്കണം. ആ ദാ ചായ കുടിക്ക്. നിനക്കെന്താ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല, വെയിലിന്റെ ചൂട് കൊണ്ടാവും. അതല്ല, ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. നീ സമാധാനമായിട്ടിരിക്കേ, ഒക്കെ ശരിയാവും. ഒന്നുമല്ലെങ്കിൽ നീ ഒരാണല്ലേ, അരി എറിഞ്ഞാൽ 1000 കാക്ക. കാലം തെറ്റി കഴിയുന്ന ജീവിതക്രമങ്ങൾ മടുപ്പുണ്ടാക്കുന്നു ചേച്ചി, അത്രയേ ഉള്ളൂ. പോയി പോയി സന്യാസ ചിന്തകളായോ നിനക്ക്? ഒന്നും മിണ്ടാതിരിക്കേ. തത്തമംഗലത്ത് നല്ലൊരു കുട്ടിയുണ്ട്. ഇന്നാളെ ഞാൻ പോയപ്പോൾ അന്വേഷിച്ചതാ. ചൊവ്വാദോഷം കൊണ്ട് നിൽക്കുക. ചിലപ്പം ജാതകഫലം നിനക്ക് ചേരും. എവിടെ എപ്പോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോടാ മോനെ. ഉം, ഉം. എന്താടാ ഇടയ്ക്കിടയ്ക്കൊരു കത്ത്? ജോലിക്ക് വല്ലതും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഒന്നാം കൊമ്പത്തെ പൂങ്കിളിയേ, ഓലോലം കിളിയേ, പാടം വിളഞ്ഞു, ഓണം കഴിഞ്ഞു, മാനം തെളിഞ്ഞു, എന്നിട്ടും വന്നില്ലേ പെൺകിളിയാ, നിന്റെ കണ്ണുക്ക് കണ്ണാകും പൂമിഴിയാ. രണ്ടാനാം കൊമ്പത്തെ പൂങ്കിളിയേ, ചുണ്ടത്ത് പാട്ടുള്ള തേൻകിളിയേ, മുണ്ടിയങ്കാവിലെ പൂരം കഴിഞ്ഞു, ചെണ്ടമേളത്തിന്റെ രാവും കഴിഞ്ഞു, എന്നിട്ടും വന്നില്ലേ പെൺകിളിയാ, നിന്റെ കണ്ണുക്ക് കണ്ണാകും പൂങ്കിളിയാ. മൂന്നാനാം കൊമ്പത്തെ പൂങ്കിളിയേ, മൂവന്തിച്ചോപ്പുള്ള പൊൻകിളിയേ, പകലും പൊലിഞ്ഞു, കനവും പൊലിഞ്ഞു, ഇരവിന്റെ നീലപ്പീലി വിരിഞ്ഞു, എന്നിട്ടും വന്നില്ലേ പെൺകിളിയാ, നിന്റെ കണ്ണുക്ക് കണ്ണാകും പൂമിഴിയാ. ഒന്നാം കൊമ്പിലെ പൂങ്കിളിയേ, രണ്ടാം കൊമ്പിലെ തേങ്കിളിയേ, മൂന്നാം കൊമ്പിലെ മുത്തുക്കിളിയേ, ഒന്നാം കൊമ്പിലെ പൂങ്കിളിയേ, രണ്ടാം കൊമ്പിലെ തേങ്കിളിയേ, മൂന്നാം കൊമ്പിലെ മുത്തുക്കിളിയേ, ഒന്നാം കൊമ്പിലെ പൂങ്കിളിയേ, രണ്ടാം കൊമ്പിലെ തേങ്കിളിയേ, മൂന്നാം കൊമ്പിലെ മുത്തുക്കിളിയേ.
രണ്ടാം കെട്ട് കേസിന്റെ ആളാട്ടോ. അരുതാത്തൊന്നും പറയരുത് മാധവമ്മേ. അല്ല, മോളല്ലെങ്കിൽ അമ്മ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. മോളേക്കാൾ അമ്മ തടഞ്ഞു നിൽക്കുകയല്ലേ മാധവമ്മേ. ശശിയേട്ടന് ജോലി റെഡിയായില്ലേ? 50-നുള്ളിലല്ലേ റാങ്ക്? 6 മാസത്തിനകം ജോലി ലഭിക്കും. സംവരണം ഇല്ലാത്തതുകൊണ്ടാട്ടോ. 6 മാസമെങ്കിൽ 6 മാസം ജോലി കിട്ടുമല്ലോ. കിട്ടും. അമ്മ എന്ത് പറയണു? എന്തു പറയാനാ, എന്റെ കാര്യം നോക്കി നടക്കുന്നു. പാവം. ആ മാധു അമ്മ വീട്ടിലേക്ക് വരാറുണ്ടോ? ഇപ്പോഴില്ല, അന്ന് വന്ന് ദേഷ്യപ്പെട്ടു പോയതാ. നന്നായി. ഒരു മൂദേവി തള്ളയത്. വാസു അങ്കിളിന്റെ കല്യാണം എന്തായി? പാവം മാമൻ ഒന്നും ശരിയായിട്ടില്ല. കാണുമ്പോ സങ്കടം തോന്നും. ഇപ്പോൾ ആള് വല്ലാത്ത മൂഡ് ഓഫാ. മാമനെ തോൽപ്പിച്ച് മരുമകൻ ചതിയൻ ചന്തുവാകുമോ? ചതിയനാവില്ല, പക്ഷേ തോൽപ്പിച്ചേക്കും. കാമിനി മൂലം. അല്ല, ഇത് മാതിച്ചോ? എന്താ വീട് മാറിപ്പോയോ? ആളുടെ പണിക്കരെ, നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എനിക്ക് നിന്നോട് അല്പം സ്വകാര്യം പറയാനുണ്ട്. എന്തായാലും മാധുവിന് വൈകിയാണെങ്കിലും വിവേകമുണ്ടായല്ലോ. വേഗമാകട്ടെ, എനിക്ക് ധൃതിയുണ്ട്. എന്താ വിശേഷിച്ച സന്ധ്യേ? നാട്ടിലേക്കൊന്ന് പോണം ചേച്ചി. അച്ഛന്റെ ശ്രാദ്ധാണ്. കുടുംബക്കാരൊക്കെ വരും. നാട്ടിൽ കുറച്ചു ദിവസം നിൽക്കണമെന്ന് മോള് പറയുന്നു. അത് പറയാൻ വന്നതാ. 10 ദിവസം കഴിഞ്ഞിട്ട് വരാം. വീടൊന്ന് നോക്കണേ. പോയി വരൂ. എപ്പോഴും എന്റെ നോട്ടം ഉണ്ടാവും. പോയിട്ട് വാ. ആങ്ങളെവിടെ? ഞങ്ങൾ പോണ കാര്യം പറയണേ. ആ, അവനും ശശിയും കൂടെ കോയമ്പത്തൂർ വരെ പോയതാ. എന്തോ ആവശ്യത്തിനാ. വരുമ്പോ പറയാം. ശരി 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 ശരി. അപ്പോ പണിക്കരെ, താനീ പറഞ്ഞതൊക്കെ ശരിയാണോ? പിന്നല്ലാതെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പോരാത്തതിന് നമ്മുടെ മാധവമ്മയും കണ്ടിരിക്കുന്നു. നാട്ടുകാര് പറയണതില് ഒരു തെറ്റുമില്ല. പിന്നെന്താ, അമ്മ മകളെ അഴിച്ചു വിട്ടിരിക്കുക. ദൈവദോഷം പറയല്ലേ പണിക്കരെ. ചായ ആറ്റ് കൃഷ്ണൻകുട്ടി. 24 മണിക്കൂറും ഇതിൽ കഴിയുന്ന നിനക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ നേരിട്ട് കാണാൻ സാധിക്കില്ലല്ലോ.
ശരി തന്നെ. ആ തള്ളയെ കണ്ടപ്പാ എനിക്ക് പണ്ടേ തോന്നി. ഇതൊക്കെ അറിയുന്നുണ്ട് പാവം. ചോദ്യം പിന്നെ വേണമെങ്കിൽ അവരുടെ അമ്മയെയും എന്റെ എന്റെ കണ്ടെത്താർ ഭഗവതി, വേണ്ടാത്തൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. എല്ലാം തൊലഞ്ഞില്ലേ എന്റെ ലീലാമേ. അന്നേ ആ ഗൾഫുകാരനെ കൊണ്ട് പെണ്ണിനെ കെട്ടിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് പേര് ദോഷമില്ല. ഇപ്പൊ എന്തായി? പെണ്ണിനും തള്ളയ്ക്കും പേര് കേടായി. ഇറക്കി വിടണം അവറ്റകളെ. ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എവിടെ പോയി? എവിടെ പോയി? മര്യാദക്ക് സംസാരിക്കണം, ഇല്ലാത്തതൊന്നും പറയരുത്. എന്താ ലീലാമേ ഇല്ലാത്തതെന്നോ? മകന്റെ കാര്യം കുശാലായപ്പോ ഒന്നും അറിയാതെ പോലെ. രണ്ട് ഈ വീട്ടിലോ ആ വീട്ടിലോ കയറി കാല് കെട്ടി പറിക്കാൻ. ശശി, വേണ്ട വേണ്ട, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മാധുവമ്മേ, നിങ്ങൾ കാരണം വിക്ടറി ടാക്കീസ് ഉടനെ പൂട്ടിപ്പോകുമല്ലോ. അവരുടെ കഞ്ഞിയിൽ കോഴി വാരി ഇടരുത്. പണിക്കരച്ചനവിടെ ഭാര്യയും മക്കളും കൂടി അയാളുടെ ഗ്രഹം തന്നെ വിളിക്കുകയായിരിക്കും. പണിക്കരിക്കുന്ന എണ്ണത്തോണി തന്നെ. നാട്ടുകാരെ കുറ്റം പറഞ്ഞ് മാധുവച്ചിക്കും പണിക്കരച്ചനും ഇവിടെ കവടി വരുത്തി ജോത്സ്യം നോക്കാനാണ് നിത്യേന പണി അല്ലേ? പണിക്കരെ ഭാര്യയും മക്കളുള്ള തനിക്ക് വേണോ വയസ്സാം കാലത്ത് ഈ പണി? പട്ടികളെ തൊട്ടുകളെ സ്വകാര്യാണ്. എന്നോട് സ്വകാര്യോ?
നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം. ബ്രോക്കർ മാധുവച്ചിയും പണിക്കരും ഒരുമിച്ച് പഴനിയിൽ സുഖവാസ ജീവിതം തുടങ്ങി. അവർ പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയതേയില്ല. നാട്ടുകാർ അവരെ കാത്തിരുന്നു. ഇന്നും